എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോദ്രേജ് ഇൻവെർട്ടർ AC PCB ആണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് PC01 എന്നുള്ള ഒരു എറർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ ഞാനൊരു PC01 എന്നുള്ള ഒരു എററിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസത്തോടുകൂടിയാണ് ഈ ഒരു ബോർഡ് വന്നിരിക്കുന്നത്. ഇതിന്റെ എററും PC01 ആണെങ്കിലും അതിന്റെ എറർ വരുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഓൺ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതെന്താണ് ആ ഒരു വ്യത്യാസം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ PC01 എന്നുള്ള എറർ DC ലിങ്ക് ആയിട്ട് ബന്ധപ്പെട്ട് ഔട്ട്ഡോർ യൂണിറ്റിലെ ഔട്ട്ഡോർ PCBയിലെ DC ലിങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് PC01 എന്നുള്ളത്. ഓക്കെ, നമുക്ക് വർക്കിലോട്ട് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ആദ്യം ഇപ്പോൾ ഞാൻ വയറിങ്ങും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷൻ വയർ, ലൈൻസ്, പിന്നെ ഔട്ട്ഡോറിൽ ഡിസ്പ്ലേ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻഡോറിനകത്തുള്ള ഫാൻ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ല. കാര്യം ഇതിൻ്റെ കൂടെ ഫാൻ മോട്ടർ വന്നിട്ടില്ല. ഈ ഒരു ബോർഡിൻ്റെ ഫാൻ മോട്ടർ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഞാൻ ഫാൻ മോട്ടർ കണക്ഷൻ കൊടുക്കാത്തത്. ഇത് 12 വോൾട്ടിൽ വരുന്ന PFG ഫാൻ മോട്ടറാണ് ഇതിനകത്ത് വരേണ്ടത്. എൻ്റെ കയ്യിലിരിക്കുന്നത് 5 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന FG ഫാൻ മോട്ടർ മാത്രമേ ഉള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് CEC03 എന്നുള്ള ഫാൻ മോട്ടറിൻ്റെ എറർ കാണിക്കും. അപ്പോൾ ആ ഒരു കോൺഫിഗറേഷനിലുള്ള മോട്ടർ മാത്രം കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വർക്കിൽ ഞാൻ ഫാൻ മോട്ടർ കണക്ഷൻ കൊടുക്കുന്നില്ല. കണക്ഷൻ കൊടുക്കാതെ നമുക്ക് ഔട്ട്ഡോറിനകത്തുള്ള കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പ്ലഗിങ് എല്ലാ കാര്യങ്ങളും വയറിങ്ങും കാര്യങ്ങളും പവറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പവർ ഒന്ന് ജസ്റ്റ് ഓൺ ചെയ്യണം. അപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഓണായിട്ട് ഓഫ് ആവും. ഇങ്ങനെ ഡിസ്പ്ലേ ഓണായിട്ട് ഓഫ് ആയതിന് ശേഷം ഇങ്ങനെ ഡിസ്പ്ലേയിലൊന്നും കാണാതിരിക്കുന്നത് നമ്മൾ ഓൺ ബോർഡിലുള്ള ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കംപ്രസർ എടുക്കും. അപ്പോൾ ഇവിടുത്തെ ഈ LED ബ്ലിങ്കിങ് നോക്കി വേണം. അപ്പോൾ കംപ്രസർ എടുത്ത് ഒരു 2-3 സെക്കൻഡിനുള്ളിൽ തന്നെ കംപ്രസർ ഓഫായിട്ട് അവിടെ ആ ഇൻഡിക്കേഷൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എറർ വരുമോ ഇല്ലയെന്ന് നോക്കാം. ചില ടൈമിൽ എറർ വരും, ചില ടൈമിൽ എറർ വരണമെന്നുണ്ടെങ്കിൽ 2 ടൈം നമ്മൾ കംപ്രസർ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കംപ്രസർ എടുത്തതിൽ എറർ വന്നിട്ടില്ല. പക്ഷേ ഈ ആ ഒരു ലൈറ്റ് ഒരുപാട് തവണ ബ്ലിങ്ക് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാമത് വന്നിട്ടുണ്ട്. തിരിച്ച് നോർമൽ ബ്ലിങ്കിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഇപ്പോഴും 24 ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് CEH03 എന്നുള്ള എററിലോട്ട് വരും. ഓക്കെ, ഇപ്പോൾ CEH03 ഇത് ഫാൻ മോട്ടറിൻ്റെ എററാണ്. പവർ ഓഫ് ചെയ്യാം. ഓൺ ബോർഡിലുള്ള സ്വിച്ച് വെച്ചിട്ട് പവർ ഓഫ് ചെയ്യുക. അതിനുശേഷം മെയിൻ പവർ ഓഫ് ചെയ്യുക. ഈ ലൈറ്റ് ഈ ഒരു ഔട്ട്ഡോറിലെ LED ഓഫ് ആവുന്നതിന് മുന്നേ തിരിച്ച് റിട്ടേൺ ഓൺ ചെയ്ത് ശേഷം പിന്നെയും നമ്മളിതൊന്ന് പവർ ഓൺ ചെയ്യണം. പക്ഷെ പെട്ടെന്ന് കംപ്രസർ എടുക്കത്തില്ല. കംപ്രസർ എടുത്ത് എറർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ ആ എറർ ഷോ ചെയ്യും. നോക്കാം എടുക്കില്ല എന്ന്. അല്ല, ഇത്ര ടൈമിൽ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളൊന്നും കൂടെ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് തിരിച്ച് ഒന്നും കൂടെ ഓൺ ചെയ്യണം. അപ്പോൾ ഒന്നും കൂടെ കംപ്രസർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിങ്ങിൽ ഇതിനകത്ത് നമുക്ക് ആ ഒരു എറർ ഷോ ആയി വരണം. അത് വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ PC01 എന്നുള്ള ആ ഒരു എറർ കാണിക്കുന്നുണ്ട്. ഇനി ഇത് മാറിയിട്ട് EH03 എന്നുള്ളത് കാണിക്കും. ഓക്കെ, ആദ്യം നമുക്ക് PC01 എന്നുള്ള എറർ ഔട്ട്ഡോറിൻ്റെ DC ലിങ്ക് എറർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നമുക്കിതിനകത്ത് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 DC ലിങ്ക് കണക്ഷൻ ഉണ്ട്. ആ 2 DC ലിങ്ക് കണക്ഷനും നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഈ ഹീറ്റ് സിങ് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കണം. ഹീറ്റ് സിങ്ങിന് അടിയിലാണ് ഒരു 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റൻസ് ഇരിക്കുന്നത്.
രണ്ടും 1 മെഗാ ഓംസിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഏത് റെസിസ്റ്റൻസാണോ കംപ്ലൈൻറ്റ്, എവിടെയാണോ കംപ്ലൈൻ്റ് എന്നുള്ളതെന്ന് ആദ്യം നോക്കാം. അതിനുവേണ്ടി ഇത് ഒന്ന് അഴിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഈ ഇരിക്കുന്ന ഒരു സെൻട്രൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ്, പിന്നെ വരുന്നത് ഈ ഒരു റെസിസ്റ്റൻസ്. ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂയിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് PC01 എന്നുള്ള ഒരു എറർ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടിൻ്റെയും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. .990 മെഗാ ഓംസ് കാണിക്കുന്നുണ്ട്. അതായത് 1 മെഗാ ഓംസ് കാണിക്കുന്നുണ്ട്. അടുത്ത ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കറക്റ്റ് 1 മെഗാ ഓംസ് കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രിൻറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഈ കറക്റ്റ് 1 മെഗാ ഓം കാണിക്കാൻ പാടില്ല. ഇത് ഈ എങ്ങനെയാണോ ഈ ഒരു റെസിസ്റ്റൻസ് റീഡിങ് കാണിക്കുന്നത് അതേ കണക്ക് തന്നെയാണ് ഇവിടെ റീഡിങ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകെ ബാക്ക് സൈഡ് നോക്കുക. ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് പ്രിൻ്റ് ഡാമേജസ് ഉണ്ട്. വേണ്ട, ഈ ഒരു പ്രിൻ്റിൽ ഇത് ഡാമേജസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഈ ഒരു സെൻട്രൽ റെസിസ്റ്റൻസിൻ്റെ ആ ഒരു DC ലിങ്ക് വോൾട്ടേജ് നമ്മുടെ പ്രോസസ്സറിന് കിട്ടുന്നില്ല. കാരണം ഇവിടെ ഈ ഒരു ട്രാക്ക് ഡാമേജാണ്. ട്രാക്ക് ഡാമേജസ് ആയതുകൊണ്ടിട്ടാണ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കറക്റ്റ് ആ ഒരു റീഡിങ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാക്ക് ക്ലിയർ ചെയ്തിട്ട്, ഈ ഒരു ട്രാക്ക് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ആ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കാം. ഇട്ടിരിക്കുന്ന ഈ ക്ലാവുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇവിടെ, ഈ ഒരു കണക്ഷനിൽ ക്ലാവ് കയറിയിട്ടാണെങ്കിൽ ഇത് പ്രിൻ്റ് പോയിട്ടില്ല. പക്ഷേ ഈ ഒരു ട്രാക്കിൽ ഇവിടെ മൊത്തം പ്രിൻ്റ്, ഈ ഇത്രയും പ്രിൻ്റ് ഡാമേജസായി ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ഷൻ കിട്ടാതിരുന്നത് കൊണ്ടിട്ടാണ്, ആ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മുടെ പ്രോസസ്സറിന് കിട്ടാതിരുന്നിട്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഇവിടെ ഒരു ജമ്പർ കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം അപ്പോൾ ഇതിൽ ചുരണ്ടി ഇവിടെ നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് UV ഇങ്ക് ഒഴിച്ചു അത് നല്ല രീതിയിൽ ഹാർഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ജമ്പർ, അതായത് ഈ സൈഡിൽ നിന്ന് നമുക്ക് ആ റെസിസ്റ്റൻസ് സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്ന ആ ജമ്പർ ഉൾപ്പെടെയാണ് ഇത് ദ്രവിച്ചു പോയത്. അതുകൊണ്ടിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ഒരു ജമ്പർ ഡയറക്റ്റ് ആ റെസിസ്റ്റൻസിൽ സോൾഡർ ചെയ്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ജമ്പർ. എന്നിട്ട് ഇവിടുത്തെ ഈ ഒരു VCC പിന്നിൽ VDC, അതായത് DC ലിങ്കിൻ്റെ ഈ ഒരു ടെസ്റ്റിംഗ് പോയിന്റിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു കമ്പി കാണുന്നത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് കണ്ടിന്യൂറ്റി കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ഇനി അതേ കണക്കുള്ള പ്രോബ്ലംസ് റിപ്പീറ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഇതിൻ്റെ ഹീറ്റ് സിങ്ക് പിടിപ്പിക്കണം. കാര്യം ഇത് എടുക്കുമ്പോൾ നല്ല ആംബിയറിൽ നല്ല സ്പീഡിലായിരിക്കും കംപ്രസർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ഓൺ ചെയ്ത് കറക്റ്റ് ഫാൻ മോട്ടറിൻ്റെ എറർ വരുന്നത് വരെ ഈ കംപ്രസർ റൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഹീറ്റ് സിങ്ക് ഇതിനകത്ത് പിടിപ്പിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹീറ്റ് സിങ്ക് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പവർ കൊടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ ഇൻഡോർ ഫാൻ മോട്ടർ എറർ വരുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ കംപ്രസർ ഓഫ് ആകുന്നുണ്ടോ, ഈ ഒരു PC01 എന്നുള്ള ഒരു എററിലോട്ട് ഇത് തിരിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണക്ഷനും കാര്യങ്ങളൊക്കെ ആ പ്രിൻ്റ് പോയതും എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു EH03 എന്നുള്ള ഫാൻ മോട്ടറിൻ്റെ എറർ വരുന്നത് വരെ നമുക്കിതൊന്ന്
കംപ്രസർ ഓടണം. ഇതാണ് നമ്മളൊരു ടെസ്റ്റിങ്. അപ്പോൾ ഞാനത് പവർ ഒന്ന് കൊടുക്കുകയാണ്. അതിന് മുന്നേ ഇതിന് അടിഭാഗത്ത് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഞാൻ പവർ കൊടുത്ത് ഓൺ ചെയ്തു. ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. ഔട്ട്ഡോർ ബോർഡിലുള്ള LED കത്തുന്നുണ്ട്. ഇനി കംപ്രസർ ഓണാകാൻ പെട്ടെന്ന് ഓണാകത്തില്ല. കാര്യം ഈ ഡിസ്പ്ലേ ഓണായിരിക്കുന്നത് കൊണ്ടിട്ട് ഇത് ഓണാകത്തില്ല. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ബോർഡിലുള്ള സ്വിച്ച് അടിച്ച് ഇത് ഓഫ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് ഓഫ് ആയിട്ടുണ്ട്. എന്നിട്ട് മെയിൻ പവർ കട്ട് ചെയ്യണം. ഇപ്പോൾ മെയിൻ പവർ കട്ടായിട്ടുണ്ട്. ഇനി ആ ഒരു നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിലുള്ള ബോർഡിലുള്ള ഔട്ട്ഡോർ യൂണിറ്റിലുള്ള LED ഓഫ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ റിലേ കട്ടായി ആ LED ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ തിരിച്ച് റിട്ടേൺ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് കംപ്രസർ എടുക്കും. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പോൾ തിരിച്ച് ഓൺ ചെയ്യണം. ഓൺ ആയിട്ടുണ്ട്. ഡിസ്പ്ലേ ഇപ്പോൾ ഓഫ് മോഡിലാണ്. ഇനി ഞാൻ പവർ ഓൺ ചെയ്യണം. ഇപ്പോൾ പവർ ഓണായി. കംപ്രസർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ CH-EH03 എന്നുള്ള എറർ വന്നു. കംപ്രസർ ഓഫായി. അപ്പോൾ അതുവരെ നമുക്ക് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രോപ്പറായിട്ട് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിടെ ബോർഡിലുള്ള ആ പ്രോബ്ലം ഇത്ര മാത്രമായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.